ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു സംഖ്യ നിങ്ങളുടെ പേഴ്സിൽ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പണം വന്നുകൊണ്ടേയിരിക്കും. ധനം വലിയ രീതിയിൽ വർദ്ധിച്ചു വരും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അങ്ങനെയുള്ള ഒരു സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. അതിൻ്റെ അകത്ത് അവർ എന്നോട് മെസ്സേജ് ഇട്ടവർ പറയുന്നു, അവരുടെ വീട്ടിൽ 3 പേര് ഈ രീതിയിൽ, ഞാൻ പറഞ്ഞു കൊടുത്ത ഒരു വിദ്യയാണ്, ഇത് പേഴ്സിൽ എഴുതി വെച്ചു. സാറ് പറഞ്ഞു ഒരു വിദ്യ ചെയ്ത് ഞങ്ങൾക്ക് സാമ്പത്തികം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അത് ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിലേതാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു സംഖ്യ പേഴ്സിൽ എഴുതി വെക്കുന്ന ആ ഒരു വിദ്യയാണ്. അവർ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്കത്, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഞാൻ പറഞ്ഞ വിദ്യ അവർ ചെയ്തതാണ്, അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തേക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും. ചെയ്തു നോക്കുക. ഏതായാലും ചെയ്തു നോക്കുന്നതുകൊണ്ട് എന്താ നഷ്ടം? അതാ ചെയ്തവർ അവർ 3 പേരുടെ പേഴ്സിലും അവർ വീട്ടിലെ തന്നെ ഇത് അവർ വെച്ച് സാമ്പത്തികം എങ്ങനെയാണെങ്കിലും പൈസ നന്നായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതി ഞാനത് പറഞ്ഞു തരികയാണ്. വിശദമായിട്ട് കേൾക്കുക കേട്ടോ. പിന്നെ ഇന്ന് എനിക്ക് മൺസൂൺ ബമ്പർ ചെറിയൊരു പ്രൈസ് ഉണ്ട്. ചെറുതാണേലും സന്തോഷം. കാരണം ഞാൻ ഇടയ്ക്കൊക്കെ ആഴ്ചയിൽ ഒരു 3-4 ലോട്ടറിയൊക്കെ എടുക്കാറുണ്ട്. അത് ഈ റോഡിൽ കൂടെ നടന്നു വരുന്നവരുടെയും. അപ്പോൾ അവരുടെ കുറച്ച് ലോട്ടറിയെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നമ്പരൊന്നും നോക്കാറില്ല. ഏതെങ്കിലും തന്നേക്കാൻ പറയും. എന്തായാലും ഒരു ചെറിയ പ്രൈസ്, വളരെ ചെറിയൊരു പ്രൈസാണ് മൺസൂൺ ബമ്പറിൻ്റെ ഉണ്ട്. സന്തോഷം. ഈശ്വരന് നന്ദി. ചെറിയതാണേലും ഈശ്വരന് നന്ദി. എല്ലാം ആ ഈശ്വരൻ്റെ കൃപയാണ്. എനിക്കല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പ്രൈസുകൾ അടിക്കാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുമുണ്ട്. ആഴ്ചകളിൽ 3-4 ലോട്ടറി ഇടയ്ക്ക് ഈ വയ്യാത്തവരോടും അല്ല റോഡിൽ കൂടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നുന്നവരോടൊക്കെ ഞാൻ എടുക്കാറുണ്ട്. അത് അടിക്കണമെന്നുള്ള ചിന്തയിലല്ല പലപ്പോഴും. അവർക്കും ഒരു ഗുണമാകും, അവർക്കൊരു പ്രചോദനമാകും. ആ ഒരു ചിന്തയിൽ കൂടിയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ എടുക്കുന്ന ഒരു സ്വഭാവമോ താല്പര്യമോ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്. ചിലതൊക്കെ ഇടയ്ക്ക് അടിക്കാറുമുണ്ട്. ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് ഒരുപാട് പേർക്ക് ലോട്ടറി അടിച്ച അനുഭവങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും കൂടെ ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. ഒരു ഈശ്വരന് നന്ദി എല്ലാത്തിനും. അപ്പം ഇന്ന് ഞാൻ ഈ പേഴ്സിനകത്ത് ഇത് നിങ്ങൾ ഏത് സംഖ്യ എഴുതണ്ടെന്നുള്ളത് പറഞ്ഞുതരാം. അതെങ്ങനെയാണ് പേഴ്സിനകത്ത് എഴുതി വെക്കേണ്ടതെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമോ ഒന്നുമല്ല. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത ആളുകൾക്ക് പൈസ ധാരാളം വരുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങൾക്ക് ഞാൻ വിശദമായിട്ടൊന്ന് പറഞ്ഞു തന്നേക്കാം എല്ലാവർക്കും കൂടെ എന്ന് കരുതി പറഞ്ഞു തരുന്നതാണ്. ഫലം കിട്ടിയ കാര്യമാണ്. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെയും കേൾക്കുന്ന കാര്യമോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല. ഇത് ഫലം, റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അതുപോലെ ചെയ്താൽ നിങ്ങൾക്കും സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കും അതിൻ്റെ ഗുണമുണ്ടാവും. അപ്പോൾ അത് അനുഭവത്തിൽ വന്ന കാര്യമാണ്. അപ്പോൾ ശരിയായിട്ട് മനസ്സിലാക്കണം എങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 19/4/1958, അതായത് 5/8/1958 എന്നാണെന്ന് ഉദാഹരണത്തിന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാതെ പറഞ്ഞുതരാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷവും ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വെച്ച് അത് കണ്ടുപിടിച്ചോണം. ഞാനിപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതിയിരിക്കുന്നത് 19/4/1958 5/8 എന്നാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടുന്നു. ഈ 1ഉം 9ഉം 4ഉം 1ഉം 9ഉം 5ഉം 8ഉം കൂടെ കൂട്ടുന്നു. ആ കൂട്ടുമ്പോൾ 37 കിട്ടുന്നു. 37 അതിനെ ഏക സംഖ്യ ആക്കുമ്പം ഈ 3നെ 7നെയും കൂടെ കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടും? 10. ആ 10ലെ 1ഉം 0 കൂടെ കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടുന്നു? 1. മനസ്സിലായല്ലോ? അപ്പം ഈ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും മാസവും വർഷവും കൂടി ഇതുപോലെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഏക സംഖ്യ ഏതാണെന്ന് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇവിടെ കിട്ടിയത് 1 ഈ 19/4/1958 ജനിച്ച വ്യക്തിയുടെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഏക സംഖ്യ 1. ഇനിയും ഒരു 4 അക്കം നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്നു. ഒരു 4 അക്കം ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 2431.
24 31. അപ്പം ഈ 24 31 ഈ 4 അക്കം കൂട്ടുമ്പോൾ 2 + 4 6, 6 + 3 9, 9 + 1 10. ഈ 10നെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 + 0 എത്ര വന്നു? 1. അപ്പോൾ ഈ 1 വരുന്ന ആ ഒരു 4 അക്കവും തമ്മിൽ കൂട്ടുമ്പോൾ ഏകസംഖ്യ ആക്കുമ്പോൾ 1 വരണം. കാരണം ഈ വ്യക്തി ജനിച്ച ഡേറ്റും മാസവും വർഷവും അനുസരിച്ച് ആ വ്യക്തിയുടെ അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന വിധിസംഖ്യ 1. ഇതിന് വിധിസംഖ്യ എന്ന് പറയുന്നത്. ഈ ഡേറ്റും മാസവും വർഷവും കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന ഏകസംഖ്യ വിധിസംഖ്യ എന്ന് പറഞ്ഞത്. വിധിസംഖ്യ അത് 1. അപ്പോൾ ഈ 1 വരത്തക്ക രീതിയിൽ വേണം ഈ 4 അക്കങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ കിട്ടും. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 വരണം. ആ രീതി വേണം 4 അക്കം സെലക്ട് ചെയ്യാൻ. ഇനി ഇവിടെ വേറൊരു രഹസ്യങ്ങളുണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല കേട്ടോ. കണക്കിൻ്റെ കളിയാണ്. കണക്കിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. എനിക്ക് കണക്ക് സംബന്ധമായി വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ പൈതഗോറസിൻ്റെ ഒരു പുസ്തകം വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സംഖ്യകളുടെ ചില രഹസ്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സംഖ്യാജ്യോതിഷത്തിലേക്ക് വന്നപ്പോൾ മറ്റു ചില രഹസ്യങ്ങളുമുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല, പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ലേ. ഇതിപ്പം വീഡിയോ കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുമോ എന്നറിയത്തില്ല. 24 31, 24 31. അപ്പോൾ ഈ 24 എന്ന് എഴുതിയിരിക്കുന്ന ഈ ആദ്യത്തെ 2 അക്കത്തെക്കാട്ടിലും കൂടുതലായിരിക്കണം രണ്ടാമത് എഴുതുന്ന 2 അക്കം. അപ്പോൾ 24നെക്കാട്ടും കൂടുതലാണല്ലോ 31. അങ്ങനെയുള്ള 4 അക്കമേ സെലക്ട് ചെയ്യാവുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? 24 31 എന്ന് ഞാൻ 4 അക്കം സെലക്ട് ചെയ്തു. ആ 4 അക്കം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ഏകസംഖ്യ 1. കാരണം 4 അക്കം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടും. അതിനെ ഏകസംഖ്യ ആക്കുമ്പോൾ 1 കിട്ടും. അത്രയും മനസ്സിലായല്ലോ. ഇനി 24 31 ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ വേറൊരു രഹസ്യം, 24 31നെ 2 അക്കം, ആദ്യത്തെ 2 അക്കം 24, രണ്ടാമത്തെ 2 അക്കം 31. അപ്പോൾ ആദ്യത്തെ 2 അക്കമായ 24നെക്കാട്ടും കൂടുതലായിരിക്കണം രണ്ടാമത് വരുന്ന 2 അക്കം, അതായത് 31. അതാണ് അതിൻ്റെ രഹസ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് തലതിരിച്ച് ചെയ്യരുത്. ഇനിയും ഇങ്ങനെ ഒരു ചെമ്പോലയായത് നേരെ ഒരു വെള്ളിക്കടയിൽ ചെല്ലുക. ഇതിന് വലിയ ഭംഗിയൊന്നും വേണമെന്നില്ല ഈ ചെമ്പോലയ്ക്ക്. ഇതാ ചിലപ്പോൾ പാട് കാണും, കണ്ടല്ലോ, അതിലൊന്നും കുഴപ്പമില്ല. കണ്ടല്ലോ, നേരെ ഒരു വെള്ളിക്കടയിലോട്ട് ചെല്ലുക. ഒരു ചെമ്പോല വേണമെന്ന് പറയും, ഒരു ചെമ്പോല മതി. അപ്പോൾ അവർ പറയും അതിന് വില എത്രയാണെന്ന് ചോദിക്കണം. പലരും പല വിലയൊക്കെ പറയും. ഞാൻ ആദ്യമൊക്കെ മേടിക്കും 30 40 50 രൂപ ഞാൻ കൊടുക്കത്തുള്ളായിരുന്നു. ഇപ്പം കൂടിപ്പോയാൽ 100 രൂപ കൊടുക്കണം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ പറയുവാണെങ്കിൽ പറയണം ഞാൻ വേറെ കടയിൽ ഇതിലും വില കുറച്ച് കിട്ടും, പോയി മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുമ്പം അവർ തിരിച്ച് വിളിച്ച് ചിലപ്പം തരും. അല്ലെ വേറെ കുറവുള്ള കടയിൽ പോയി മേടിക്കണം. ഒരിക്കലും പൈസ ആർക്കും നമ്മൾ ചൂഷണം ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. പൈസയാണെങ്കിലും നിങ്ങളെ ഒരാൾ ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കരുത് കേട്ടോ. അപ്പം 100 രൂപ കൊടുത്താൽ മതി, അല്ലെ കിട്ടുന്ന കടയിൽ പോയി മേടിക്കണം. വെറുതെ ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മേടിക്കുക, ചെമ്പോല. ഇത് ഒരു ഓലയായിട്ടാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് ഇച്ചിരി മുറിച്ചതാണ്. ഇനി ഈ ചെമ്പോലയെന്ന് തന്നെ ഇതുകൊണ്ട് ഇത്രയും ഭാഗം ഒരു ചതുരത്തിൽ ഞാൻ മുറിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ചെറിയ ഒരു ചതുരത്തിൽ ഇതേന്ന് മുറിച്ചതാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മുറിച്ചതാണ്. അപ്പോൾ ഇത് മുറിച്ചത് ചെയ്യേണ്ട ഒരു കാര്യം ഇനിയും പറഞ്ഞുതരാം. രണ്ട് ഇങ്ങനെ ആ മുറിച്ച ഈ ഓലയിൽ നിങ്ങൾ ഒരു ചതുരം വരയ്ക്കണം. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ചതുരം തന്നെ ഇങ്ങനെ വരയ്ക്കണം. കണ്ടല്ലോ, ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുക. ചതുരം വരച്ചിട്ട് ആ ചെറിയ ഒരു തീപ്പെട്ടിയുടെ അത്രയും വലുപ്പത്തിൽ മുറിച്ചാൽ മതി, പേഴ്സിനുള്ളിൽ വെക്കാൻ പരുവത്തിൽ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ചതുരം വരയ്ക്കുക. ചതുരത്തിൻ്റെ 4 മൂലയിലും ഓരോ 0 ഇടുക. കണ്ടല്ലോ, ചതുരത്തിൻ്റെ 4 മൂലയിലും ഓരോ 0 ഇടുക. ചതുരത്തിന് നടുക്ക് നിങ്ങൾ കണ്ടുപിടിച്ച സംഖ്യ എഴുതുക. ഇത്രയേ ഉള്ളൂ, പരിപാടിയായിരുന്നു. എന്നിട്ട് ഈ ചതുരത്തിൽ മുറിച്ച ഈ ചെമ്പോലയിലാണ് അത്രയും ചെയ്യേണ്ടത്. ചെമ്പോല പേഴ്സിനകത്ത് വയ്ക്കുക. ഈ ചെമ്പോലയിൽ ചതുരം വരയ്ക്കുന്നത്, ഈ ചെമ്പോലയിൽ നിങ്ങൾ വേണ്ട ഇതുപോലെ ചതുരം വരയ്ക്കുന്നതും അതിൻ്റെ അകത്ത്
ചതുരം വരച്ച് അതിൻ്റെ 4 മൂലയിലും 0 ഇട്ട് ഇതുപോലെ എഴുതുന്നത് നിങ്ങളധികം എന്തുകൊണ്ട് എഴുതണമെന്നുള്ളത് അധികം വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ ഈ പേനയുണ്ടല്ലോ, പഴയ തെളിയാത്ത പേന, അതിനുകൊണ്ട് അത് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ചെയ്തവർക്കൊക്കെ ഫലമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അത് ചെയ്താൽ മതി. എന്തുകൊണ്ട് എഴുതണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വേണ്ട. പഴയ തെളിയാത്ത പേന ഉണ്ടാകുകൊണ്ട് അതുകൊണ്ട് വരച്ച് 4 0 വിട്ട്, ചതുരം വരച്ച് 4 0 വിട്ട് അതിൻ്റെ അകത്ത് എഴുതിയാൽ മതി കേട്ടോ. തെളിയാത്ത പേനയായിരിക്കണം എന്നുള്ളത്, അത് മതി കേട്ടോ. അതായത് ഇങ്ങനെ ചെയ്തവർക്കാണ് അവർക്ക് സാമ്പത്തികമായിട്ട് പണം ധാരാളം സാമ്പത്തികം വരുന്നുണ്ട് എന്നവർ പറഞ്ഞത്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് ചെയ്തവരാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ രഹസ്യം. അപ്പോൾ ഈ ഒരു സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൽ നിങ്ങൾ ഉണ്ട്, നിങ്ങളെ കോഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജനിച്ച തീയതിയും മാസവും വർഷവുമാണ്. അതൊരിക്കലും മാറത്തില്ല. അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളെ അക്കങ്ങളുടെ രൂപത്തിൽ അത് കോഡ് ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ അതിൻ്റെ അത് കോഡിങ് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ തന്നെയാണത്, ആ സംഖ്യ അത്. അപ്പോൾ ഇത് ആ സംഖ്യക്കുള്ളിൽ ആ നിങ്ങളുടെ വിധിസംഖ്യ എന്ന് പറഞ്ഞ ആ 1 എന്നുള്ള സംഖ്യ വരുന്നുണ്ട്. അത് നിങ്ങളുടെ ആ വിധിസംഖ്യയുമായി ബന്ധപ്പെട്ട സംഖ്യയാണ്. അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും അവരവരുടെ ജനിച്ച മാസവും തീയതി അനുസരിച്ച് വേണം ഇതുപോലെ സംഖ്യ സെലക്ട് ചെയ്യാൻ. ഇത് നിങ്ങൾ പേഴ്സിനകത്ത് വയ്ക്കാം. പേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ പണം അതിൻ്റെ കൂട്ടത്തിൽ വയ്ക്കാം. ഇത് വെച്ചിട്ട് പണം വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു കറക്റ്റ് ആ ഒരു ഈശ്വര എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ഒരു ശുദ്ധ മനസ്സോടുകൂടി, നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ചെയ്താൽ ഇതവിടെ ഇരുന്നോട്ടെ, പേഴ്സിനകത്ത് ഇരുന്നോട്ടെ, അതിനകത്ത് പൈസ വെക്കുക, അത് പൈസ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്ന പല കാര്യങ്ങളും അനുഭവമാണ്. ഞാൻ പണ്ടൊരാളോട് ഇടത് കൈയിൽ പണം പിടിച്ച് ഇടതുകാലം മുന്നോട്ട് വെച്ച് വ്യാഴാഴ്ച കൃഷ്ണന് ഒരു പ്രത്യേക പ്രാർത്ഥന പറഞ്ഞിട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ സമർപ്പിച്ചിട്ട് വ്യാഴാഴ്ച പുള്ളി വന്നെടുത്ത ലോട്ടറിക്കാണെന്ന് സെക്കൻഡ് പ്രൈസ് 10 ലക്ഷം അടിച്ചത്. ഞാൻ വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു. ഇതെന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ അടിക്കണമെന്നല്ല അർത്ഥം, ഏതെങ്കിലും ഒരു വഴി ഭാഗ്യം വരുമെന്നുള്ളതാണ്. അപ്പോൾ എത്രയോ ആളുകളുടെ ജീവിതം. പിന്നെ ഞാൻ തന്നെ വഴിപാട് പറഞ്ഞു കൊടുത്ത ഒരാൾക്ക്, അയാൾ ലോട്ടറി വിൽക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം വിറ്റ ലോട്ടറിക്കാണ്. അതിന് അദ്ദേഹം ഫസ്റ്റ് പ്രൈസ് അടിച്ചു. അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടി. അതിൽ നിന്ന് എനിക്കൊരു കൊച്ചു സ്വർണ്ണ നാണയം, ചെറിയ സ്വർണ്ണ നാണയം അദ്ദേഹം ഒരു സന്തോഷം കൊണ്ട് എനിക്ക് കൊണ്ടുതന്നു. കാരണം അദ്ദേഹത്തിന് കുറേ കടങ്ങൾ വീട്ടാൻ പറ്റി. അദ്ദേഹത്തെ ഞാൻ എന്നും അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ആ മനുഷ്യന് എത്രയോ നടന്ന് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, എന്നെ കാണാൻ വന്ന ആ സ്വർണ്ണ നാണയം, കുഞ്ഞു സ്വർണ്ണ നാണയം, അത് ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. അത് കൃത്യമായി എന്ന് വെച്ചാൽ എല്ലാവർക്കും ലോട്ടറി അടിക്കുന്നതൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നമ്മൾ അധ്വാനിച്ച് തന്നെ ധനം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ വല്ലപ്പോഴും ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുന്നത് തെറ്റില്ല. പക്ഷേ ഏത് വിധേനയും നമ്മൾ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു തൊഴിലോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ്സോ ഒക്കെ കിട്ടിയാലും മതി. ഏത് വിധേനയും ഒരു ജീവിതമാർഗം ഭഗവാൻ തുറന്നു തരും. അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം വർദ്ധിക്കുമ്പം നല്ലൊരു ജീവിതമാർഗം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ എപ്പോഴും ലോട്ടറി എടുക്കണമെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. വല്ലപ്പോഴും ഭാഗ്യം പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല. പിന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി എങ്ങനെയെങ്കിലും ഈശ്വരൻ തുറന്നു തരുമെന്നുള്ളതാണ്. പിന്നെ വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു, അതിപ്പോൾ ആദ്യം പറയാൻ മറന്നുപോയി. അപ്പോൾ സദയം ക്ഷമിക്കുക. എന്നോട് ഒരു കഷ്ടം, നമ്മുടെ തന്നെ വീഡിയോ ഫോളോ ചെയ്യുന്ന ഒരാൾ, സാറേ ഇത് വീഡിയോ പറയണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആദ്യം പറയണമെന്ന് വിചാരിച്ചങ്ങ് മറന്നുപോയി. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞിട്ട് വേറെ ചില രഹസ്യങ്ങളുണ്ട് പറയാൻ, അവിടെ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതെല്ലാം പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. പിന്നെ ഞാൻ പറയാൻ പോകുന്ന കാര്യം സ്ഥലവും വീടും വിൽക്കുന്ന ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാം. ആർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം പിന്നെ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, അതുകൂടെ പറഞ്ഞുതരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില, ഇത് 3 വിശകലനം ചെയ്യുന്നത്. അപ്പം എല്ലാവരും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവർക്കും മറുപടി കൊടുക്കാനും പറ്റത്തില്ല. ഫ്രീ ആകുന്നതനുസരിച്ച് കുറച്ച് ആളുകളുടെ വർക്ക് എടുക്കും. അവർക്ക് എന്നാലാകുന്ന രീതിയിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഇതുപോലെയുള്ള ശരനൂൽ വിദ്യകളും അതുപോലുള്ള പല കാര്യങ്ങളുമായിരിക്കും. നല്ല കാര്യങ്ങളായിരിക്കുമല്ല.
അപ്പോൾ അത് കേട്ടിട്ട് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഇതാണ് സാഹചര്യം. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴാണ് പറയാൻ പറ്റിയത്. അന്നും ആ വീഡിയോയുടെ ആദ്യം പറയുന്നതാണ്. ഒരു വലിയൊരു സന്തോഷമുണ്ട്. അത് ഞാൻ ആ വിദ്യയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മാറ്റമുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരോട് ചോദിച്ചാൽ ഉണ്ടല്ലോ, അവർ പറഞ്ഞു തരും എന്ത് ചെയ്യണമെന്നുള്ളത്. അവർ പറഞ്ഞു തരും, വീഡിയോ കാണുന്നവർ പറഞ്ഞു തരും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ത് ചെയ്യണമെന്ന്. അതാണ് നമ്മുടെ വീഡിയോ കാണുന്നവരൊരു ഗുണം. അവർക്ക് കൃത്യം അറിയാം എന്തുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പം ആ വീഡിയോ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അവർക്ക് സ്ഥലവും വീടും വിൽക്കണം. കാരണം അവർക്ക് വേറെ ഗത്യന്തരമില്ല. അപ്പോൾ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ആണ് ഞാനീ പറയുന്നത്. എന്നുവെച്ചാൽ എല്ലാം തകർന്നടിഞ്ഞ ഒരവസ്ഥ, വേറെ ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥ. ഇത് വിറ്റാലേ അവർക്കൊരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളൊരവസ്ഥ. അതായത് ജീവിതം തിരിച്ചു പിടിക്കണമെങ്കിൽ ആ സ്ഥലവും വീടും വിറ്റാലേ പറ്റത്തുള്ളൂ. അതുപോലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ്. അപ്പോഴേ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആ വ്യക്തി ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള ഭദ്രകാളിയുടെ രഹസ്യവിദ്യ പറഞ്ഞു കൊടുത്തു. അത് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. പുതിയതായിട്ട് കാണുന്നവരുണ്ട്, പ്രയോജനപ്പെടട്ടെ. അവർ വീട് സ്ഥലം വിറ്റു, കാശ് കിട്ടി. അപ്പോൾ ആ പറഞ്ഞു കൊടുത്ത ആളോട് അവർ വന്നേച്ച് പറഞ്ഞു, ഈ വീഡിയോയിൽ അദ്ദേഹത്തോട് അത് നന്ദി പറയണം. കാരണം എന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, വാട്സപ്പ് ഇട്ടാലും ഞാൻ കാണത്തുമില്ല ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ കസ്റ്റമർ ആ പറഞ്ഞു കൊടുത്ത ആളോട് തന്നെ പറഞ്ഞു അദ്ദേഹത്തിനോട് എത്രയും പെട്ടെന്ന് നന്ദി പറയണം. അപ്പം ആ പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് വീഡിയോയിലൊന്ന് പറയണം, കാരണം അതുപോലെ സന്തോഷമുണ്ട്. അത് വീടും സ്ഥലവും വിറ്റുപോയി. ഭദ്രകാളിയുടെ ഞാൻ എൻ്റെ നാവ് കൊണ്ട് ഇതുപോലെ പറഞ്ഞു തന്ന വിദ്യയാണ് ചെയ്തത്. ഒരു കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ചേട്ടാ എന്ന് പറഞ്ഞു. ഇതുപോലൊരു സന്തോഷം, അതിനോളം വലിയൊരു കാര്യമുണ്ട് ഒരു കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് പറഞ്ഞാൽ. പക്ഷേ അത് ആ വ്യക്തി പറഞ്ഞു, ആ ചെയ്ത ആളോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുത്തു. കാരണം ആ വിദ്യ ഇതാണ്: രാവിലെ കുളിച്ച് ഈറനോട് എന്നുവെച്ചാൽ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേര് വാഗൊണ്ട് വിളിച്ചു ചൊല്ലി, അമ്മേ എനിക്കിതുപോലെ സ്ഥലം വിറ്റ് തരണം, ഞാൻ വിറ്റ് കഴിഞ്ഞാലുടൻ 6 നാഴി പായസം അവിടെ കഴിച്ചേക്കാം. ആ ക്ഷേത്രത്തിൽ 6 നാഴി ഉണ്ടെന്ന് പോയി അന്വേഷിക്കണം, എന്നിട്ടേ നേരാവുള്ളൂ. ഇനി 6 നാഴി ഇല്ലേ 12 നാഴി ആണെങ്കിലും മതി. പക്ഷേ ഈ 6 നാഴിയാണ് കൂടുതൽ നല്ലതായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് സ്ഥലം വിറ്റിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്, അതെല്ലാം 6 നാഴിയാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ നേരുക. ഇപ്പോൾ ഇവരും 6 നാഴിയാണ് ആവുന്നത്. അപ്പം അതാ ഞാൻ വീഡിയോ പറഞ്ഞതും, അതാ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അതുമാണ്. അത് ഒരുപാട് അനുഭവം ഉണ്ട് താനും, ഒരുപാട് അനുഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നേർന്ന് കഴിഞ്ഞ് പെട്ടെന്ന് തല തോർത്തുക, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ ഒരു കാര്യം എൻ്റെ അകത്തുണ്ട്. അപ്പം എനിക്ക് മെസ്സേജ് ഇട്ട ആ പുള്ളി പറഞ്ഞു, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ചേട്ടാ, പിന്നെ ചിന്തിക്കരുത്. പിന്നെ ചിന്തിച്ചാൽ ഫലം കിട്ടത്തില്ല. തല തോർത്തുക, മറന്നേക്കുക. കൃത്യം വിറ്റുപോയി, പൈസ കിട്ടി, അവരുടെ ജീവിതം മാറി. അതിനൊരു നന്ദി അദ്ദേഹത്തോട് അദ്ദേഹവും പറയുന്ന നന്ദി. ആ അനുഭവം ഉണ്ടായവരും എന്നോട് പ്രത്യേകം നന്ദി പറയണമെന്ന് പറഞ്ഞു. അതൊരു വലിയ സന്തോഷമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ഥലം വീട് ഇതുപോലെ വിറ്റുപോയിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവർ ഈ പറഞ്ഞ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഞാനത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അവരുടെ നന്ദിയും ആ സ്നേഹവും എല്ലാം സ്വീകരിക്കുന്നു. അവർക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത മറുപടി ഇത്ര മാത്രമാണ്: നിങ്ങളുടെ സ്ഥലവും വീടും വിറ്റുപോയെങ്കിൽ, ഞാൻ ആ വിദ്യ പറഞ്ഞു തന്നെങ്കിൽ അത് എൻ്റെ കഴിവല്ല, അത് ശിവഭഗവാന്റെയും ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹവും മഹത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴുമെങ്കിലും ഭദ്രകാളി അമ്മയ്ക്ക് വെള്ളിയാഴ്ച ഒരു കടുംപായസം, ഒരു ചെമ്പരത്തിമാല, പിന്നെ ശിവന് ശനിയാഴ്ച ഒരു പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിക്കണം, മറക്കരുത്. കാരണം എൻ്റെ വൈഭവമൊന്നുമല്ല, ഞാനൊരു വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവരത് ശരിയായിട്ട് ചെയ്തു. അവരത് പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പറഞ്ഞ പോലെ തന്നെ ചെയ്തില്ലെങ്കിൽ അത് ഫലം ഉണ്ടാകണമെന്നില്ല. കാരണം പറഞ്ഞ പോലെ ചെയ്തവർക്കെല്ലാം ഫലം ഉണ്ടായിട്ടുണ്ട്. ആ കറക്റ്റായ രീതിയിൽ ചെയ്തവർ അവരുടെ മനസ്സ് ഭദ്രകാളി അമ്മയെ ചെയ്യുന്നു. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹമാണ്. അതിന് അമ്മയ്ക്ക് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കടുംപായസം വെള്ളിയാഴ്ച ചെയ്യണം, ചെമ്പരത്തിമാല കൊടുക്കണം, വെള്ളിയാഴ്ചകളൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അതുപോലെ ശിവന്
ശനിയാഴ്ച ഒരു പാൽപ്പായസം ഭാഗ്യസുക്ത പുഷ്പാഞ്ജലിയും കൂടെ കൊടുക്കണം. കാരണം ശിവഭഗവാന്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത്. അല്ലേ പണ്ടേ നമുക്കൊന്നും സാധിക്കത്തില്ല. ഭഗവാന്റെ ഒരു കൃപയാണല്ല. അപ്പോൾ ഭഗവാനെ നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാൻ യാതൊന്നും പറഞ്ഞില്ല. എനിക്ക് യാതൊന്നും വേണ്ട. ആ ഒരു സന്തോഷം അവരുടെ മതി. ഇങ്ങനെ എത്രയോ ആളുകൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നറിയാവോ? എത്ര ആളുകൾ. ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പിന്നെ എൻ്റെ ഹൃദയത്തിൽ തട്ടുന്ന ചില അനുഭവങ്ങൾ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് ദിവസങ്ങളിരുന്ന് നോക്കിയാലും വായിച്ചാലും തീരത്തില്ല. ഓരോരുത്തരുടെ അനുഭവം എത്ര അനുഭവങ്ങളുണ്ടെന്നറിയാം? ആയിരക്കണക്കിന്. ഒരുപാട് അനുഭവങ്ങളാണ്. ആയിരമല്ല, ഒരുപാട്. ഞാൻ ഒരു അപ്പം ഇതൊക്കെ എത്ര വലിയ കാര്യമാണെന്നറിയാം. ഒരാളുടെ ജീവിതം തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അറുനാഴി പായസത്തിന് 450 രൂപ അല്ലെങ്കിൽ 500 രൂപ കൂടുതൽ ആകത്തില്ല. അല്ലെങ്കിൽ ഒരു 600 രൂപ ആയിക്കോട്ടെ. അത് ക്ഷേത്രത്തിൽ ചെയ്യുന്നതിന് എത്ര വലിയ കാര്യമാണ് നടന്നത്. ഇതിനോട് എൻ്റെ പുറകെ നടക്കണമെന്നോ അല്ലെ ക്ഷേത്രത്തിൽ എപ്പോഴും പോയി ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നോ അല്ലെ ക്ഷേത്രത്തിൽ പോയി ഭജന വിരിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്ഷേത്രത്തിൽ പോകണം, ലളിതമായ വഴിപാടുകൾ ചെയ്യണം, നമ്മൾ ഈശ്വരനെ മറക്കരുത്. അങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളായി എൻ്റെ 1100 മേൽ, എനിക്ക് തോന്നുന്നു 1200 ആയെന്ന് തോന്നുന്നു, വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ പേഴ്സ് വെക്കുന്ന കാര്യം, അത് ഞാൻ നേരത്തെ പറഞ്ഞു കൊടുത്ത് അവർക്ക് സാമ്പത്തികം വന്നവർ പറഞ്ഞ് അവരുടെ അനുഭവം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ ഭദ്രകാളിയുടെ വീട് വയ്ക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അവരുടെ അനുഭവം പറഞ്ഞപ്പം അത് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതിയാൽ. അറിയാത്തവരറിയട്ടെ. അല്ലെങ്കിൽ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ മതി. ആ രഹസ്യവിദ്യ പറഞ്ഞു തരണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. പുതിയതായിട്ട് കാണുന്നവരുണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിലുടനീളം പറയുന്നത്. അപ്പം അത് നിങ്ങളെ മിസ് ചെയ്താൽ നിങ്ങൾക്ക് അതിന് നഷ്ടം. അതുപോലെ കുട്ടികൾ മോശമായിട്ട് പോകുന്നു, മോശം കൂട്ടുകെട്ടി പോകുന്നു, അവരെ ഒന്നും ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അങ്ങനെ ഞാൻ പറയുന്ന വഴിപാടുകൾ ചെയ്ത് എത്ര കുട്ടികൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്നറിയാമോ? കാരണം നിങ്ങൾ കുട്ടികളെ ഉപേക്ഷിച്ചാൽ കുട്ടികളെ നോക്കി നിങ്ങളോട് വൈരാഗ്യമുള്ള ചിലപ്പോൾ മറ്റൊരു ആളുകൾ കുട്ടികളെ സ്വാധീനിക്കാൻ ഇരിപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഈ തൊണ്ടയ്ക്ക് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, സ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ചെറിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഈ കുട്ടികളെ നിങ്ങൾ അവർ തെറ്റ് ചെയ്യാത്തവരില്ലല്ലോ. ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ തെറ്റ് ചെയ്യും. ഈ കുട്ടികളൊക്കെ ചില കൂട്ടുകെട്ടുകളൊക്കെ പെട്ട് പോയെന്ന് കരുതി നിങ്ങൾ ഒരിക്കലും അവരെ ഉപേക്ഷിക്കരുത്. അവരെ നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർ തെറ്റായ ചില ആളുകളുടെ കയ്യിലായിരിക്കും ചെന്ന് പെടുന്നത്. അത് ഒരിക്കലും അവർ പിന്നെ നന്നാകണമെന്ന് വിചാരിച്ചാൽ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളുടെ പേരിൽ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. ഉപദേശിച്ചാലൊന്നും ഇപ്പോൾ ആരും കേൾക്കത്തൊന്നുമില്ല. കുട്ടികളുടെ പേരിൽ പക്കനാടിനും വെള്ളിയാഴ്ചയും കടുംപായസവും രക്തപുഷ്പാഞ്ജലിയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്ത് അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക മനസ്സുകൊണ്ട്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ആവർത്തിച്ച് എത്ര കുട്ടികൾ ജീവിതത്തിൽ മാറിയിട്ടുണ്ടെന്നറിയോ? അതുപോലെ തന്നെ ഒരു ഭർത്താവാണേലും മദ്യപാന ലഹരിയൊക്കെ ആണേലും ഇത് ചെയ്താൽ മാറും. അതുപോലെ കുട്ടികൾ മോശം രീതിയിൽ പോയാൽ മാറും. ഇനി ഭാര്യയാണേലും ഒരു തെറ്റായ രീതികളിലൊക്കെ പോയാൽ അവരൊക്കെ മാറും. പോകത്തില്ല ഇത് ചെയ്യുന്നവർക്ക്. പറഞ്ഞാൽ മനസ്സിലായോ? ആർക്കും ഉപകാരപ്പെടും. പിന്നെ ഇപ്പോൾ ഭർത്താവിന് മദ്യപാനം ഉണ്ട്, പ്രശ്നമുണ്ട്, വീട്ടിൽ ബഹളമുണ്ട്. ഞാൻ എത്ര ജീവിതങ്ങൾ മാറിയ കാര്യമാണെന്നറിയോ? ഒന്ന്, വെള്ളിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ശിവഭഗവാന് ആ ഭർത്താവിൻ്റെ പേരിൽ ജലധാര മൃത്യുഞ്ജയാർച്ചന ചെയ്യുക. വൈകുന്ന പാട് എന്നിട്ട് ഐക്യമത്യാർച്ചനയും കൂടെ ചെയ്യണം. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു രസീത്. ആ 3 കാര്യം ചെയ്യണം. വൈകുന്ന പാട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയാർച്ചന ഭർത്താവിൻ്റെ പേരിൽ ചെയ്യുക. ഐക്യമത്യാർച്ചന ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരിൽ ഒരു രസീതിൽ എഴുതി ചെയ്യുക. ഇത് വെള്ളിയാഴ്ച ഒന്ന് ചെയ്ത് നോക്കിയേ. വെള്ളിയാഴ്ചയോടൊന്ന് ആവർത്തിച്ച് നോക്കിയേ. ഇതോടൊപ്പം തിങ്കളാഴ്ച രാവിലെ ഭർത്താവിൻ്റെ പേരിൽ ജലധാരയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഒരു രസീതി എടുക്കാം. ഐക്യമത്യാർച്ചനയും കൂടെ തിങ്കളാഴ്ച രാവിലെകളും ആവർത്തിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ കൃത്യം ചെയ്ത കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. മദ്യപാനമൊക്കെ മാറി ഏറ്റവും നല്ല ആളുകളായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ആവർത്തിക്കണം. നിങ്ങൾക്ക് ആ ഭഗവാനിലൊരു വിശ്വാസവും കൂടെ വേണം. ഭഗവാനിൽ സമർപ്പിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഭഗവാനിൽ സമർപ്പിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് ചെയ്യണം, നിങ്ങളുടെ വിശ്വാസം കൊണ്ട് ചെയ്യണം. അപ്പോഴാണ് മാറുക. അങ്ങനെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്.
അതുപോലെ സാമ്പത്തിക വിഷയങ്ങൾ. നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോയി ഭദ്രകാളിയമ്മയ്ക്ക് ഒരു കടുംപായസിൻ്റെ രസീത് എടുക്കുക, അതിലൊരു ചെമ്പരത്തിമാല വെക്കുക, സാമ്പത്തികം കരഞ്ഞ് പ്രാർത്ഥിക്കുക. നടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. കുളമുള്ള ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം. അവിടെ മലര് കൊണ്ട് മീനോട്ട് നടത്തുക. ഇത് വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുക. വെള്ളിയാഴ്ചകൾ രാവിലെകൾ തോറും ആവർത്തിക്കുക. രാവിലെ കുളി കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ പോയി ചെയ്യാൻ ശ്രമിക്കുക. ഇനി 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലുന്നെങ്കിലും നിങ്ങൾ അവിടെ ക്ഷേത്രത്തിലെ പൈപ്പിൽ കാലും കൈയും മുഖവും നനച്ചിട്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ജലാംശത്തോടു കൂടി ഈ വഴിപാട് വെക്കുക. ഫലമുണ്ടാകും. തിങ്കളാഴ്ച ശിവനൊരു നെയ്വിളക്ക് തെളിയിച്ച് സാമ്പത്തികം കരഞ്ഞ് പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക. വലിയ മാറ്റമുണ്ടാകും, സാമ്പത്തികം വരും. അതുപോലെ നിങ്ങൾക്കൊരു ജോലിയില്ല, ബുദ്ധിമുട്ടാണ്. ഞായറാഴ്ച ശിവനൊരു പിൻവളക്കിന് രസീത് എടുത്ത് നടക്കി വെച്ച് ജോലിക്കാരെയും കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കുക. ഞായറാഴ്ചകളെ ആവർത്തിക്കുക. ഞാൻ പറഞ്ഞു ചെയ്ത അവർക്കൊക്കെ നല്ല ജോലികൾ കിട്ടിയിട്ടുണ്ട്, ശനിയാഴ്ച ചെയ്തവർക്ക്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഗൾഫിന് പോക്കാണ്, തടസ്സപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ശനിയാഴ്ച രാവിലെ ശിവന് ഒരു ജലധാര, ഒരു മൃത്യുഞ്ജയ അർച്ചന, ഒരു കൂവളത്തിലെ അർച്ചന, ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. വൈകുന്ന പാട് ഒരു മൃത്യുഞ്ജയ അർച്ചനയും ഒരു നെയ്വിളക്ക് എപ്പോഴും പ്രത്യേകമായിട്ട് വേണം. നെയ്വിളക്ക് പ്രത്യേകമായിട്ട് കത്തിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ് അങ്ങനെ വിദേശത്ത് പോയി 1,00,000 രൂപയ്ക്ക് മേൽ ശമ്പളം മേടിക്കുന്നവർ ഞാൻ ഈ പറയുന്ന സമയം ഉണ്ട്. ഒരുപാട് ശ്രമിച്ചിട്ട് പോകാൻ പറ്റാതെ തടസ്സപ്പെട്ട് ഈ കാര്യം ചെയ്ത് ഒരു തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല, ആവർത്തിച്ച് ചെയ്ത് ഇന്ന് പോയി 1,00,000 മേൽ ശമ്പളം മേടിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഈ പറയുന്ന സമയം എത്ര ആളുകൾ ജീവിതത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. വഴികളുണ്ട്, പക്ഷെ വഴികൾ നിങ്ങൾ കാണണം, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ നടന്നുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യേണ്ട ഇതൊക്കെ ജീവിതത്തിൽ എല്ലാം നൽകുന്ന കാര്യങ്ങളാണ്. എന്തിനുമുള്ള പരിഹാരങ്ങൾ വീഡിയോയിൽ മുഴുവനുണ്ട്. അല്ലാതെ ചുമ്മാ ഇതിനൊക്കെ എന്നാ ചിലവ് വരും? ലളിതമായ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളാണ്. നിങ്ങൾ പിന്നെ പോയി വീട്ടിൽ നിന്ന് ഇപ്പം അമ്മമാർ പോയി ചെയ്താലും മതി ഇതൊക്കെ. പക്ഷേ നിങ്ങൾ പോകണം, മെനക്കെട്ട് പോകാനുള്ളൊരു മനസ്സ് കാണിക്കണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് കാണിക്കണം. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യണം. അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും പൈപ്പിൽ നനയ്ക്കണം. അപ്പം ജലാംശം ശരീരത്തിൽ കാണും. ആ ജലാംശത്തോടു കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ച് വെക്കുക. വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പണ്ടൊരാളുടെ ഒരു കാര്യം, ഒരു വലിയ ഒരു ഫയൽ, വളരെ പ്രാധാന്യം ഉള്ള ഒരു ഫയൽ കാണാതെ പോയി. അപ്പോൾ അവർ വീട്ടിൽ വന്നു. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് അല്ല, പക്ഷെ അവരുടെ അവസ്ഥ കണ്ടപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വഴി പറഞ്ഞുതരാം, പക്ഷെ നിങ്ങളത് ഫലം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നിങ്ങൾ എത്രമാത്രം ഞാൻ പറഞ്ഞ രീതി ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഭദ്രകാളിക്ക് ഞാനൊരു വിദ്യ പറഞ്ഞു കൊടുത്തു. ആ ഒരു നേർന്ന് കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അങ്ങനെ രഹസ്യം ഒരു വിദ്യയാണ്. പിറ്റേ ദിവസം 5 മണിക്കുള്ളിൽ ഫയൽ കിട്ടി. പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു കറക്റ്റായിട്ട് ചെയ്താൽ അത് കിട്ടും. പക്ഷേ നിങ്ങൾ ഇത് നേർന്ന് ഒരു നല്ല മനസ്സ് ഭദ്രകാളി ചെന്നില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കൂടെ സംശയം ഉണ്ടെങ്കിൽ, നടക്കുമെന്ന് സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആകുലത ഉണ്ടെങ്കിൽ ഒരിക്കലും കിട്ടത്തില്ല. അത് അങ്ങനെ നേർന്നാൽ നടക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ അതേ രീതിയിൽ ഭദ്രകാളി ചെല്ലുകയാണെങ്കിൽ അത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുള്ളൂ വഴി ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ചെയ്താൽ കിട്ടും, എനിക്കതിൻ്റെ സംശയമില്ല. ഇതെല്ലാം രണ്ടും നിങ്ങളുടെ കയ്യിലായിരിക്കും. അപ്പോൾ എന്നോട് സാറേ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം, എന്തായാലും കൊള്ളാം. അവരത് ചെയ്തു, അതുകൊണ്ടായിരിക്കാം 5 മണിക്കുള്ളിൽ കിട്ടി. ചെറിയ കാര്യമാണത്. 10 പവൻ്റെ മാല അതും കിട്ടി ഇതുപോലെ. അത് വീടിനുള്ളിൽ തന്നെ എവിടെയോ ഇരിക്കുകയായിരുന്നു. അത് ഇതുപോലെ തന്നെ ആ ആൾക്ക് എന്നോട് എന്നും വലിയൊരു സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പറഞ്ഞ നിങ്ങളൊരു വഴിപാട് നേർന്ന് നോക്ക്. അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു വിശ്വാസവും ആ ദേവനിലല്ലേ, ഞാൻ ഭദ്രകാളിക്കേ പറയാറുള്ളൂ, ആ ഭദ്രകാളിയുള്ള ഒരു വിശ്വാസം പോലെ ഇരിക്കും. എന്നാലേ അത് നടക്കത്തുള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞെന്ന് കാര്യം ഇത് നടക്കണമെന്നുള്ളൂ. പക്ഷേ 10 പവൻ്റെ മാല കാണാതെ പോയി കിട്ടി. ആ പുള്ളിക്ക് മരിക്കുന്നിടം വരെ എന്നെ വലിയ കാര്യമായിരുന്നു. ആ മനുഷ്യൻ്റെ ഓഫീസിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് ആ മനുഷ്യനായി ഓഫീസ് ചെറിയ വാടകയ്ക്ക് തന്നു. ആ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒന്നും ക്ഷേത്രത്തിലൊന്നും പോകാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ ഞാൻ തന്നെ നല്ല കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് അത് കിട്ടി. വലിയ സന്തോഷമായിരുന്നു.
പിന്നെ 1.5 പവൻ്റെ ഒരു സ്വർണ്ണാഭരണം. അത് നമ്മുടെ ഒരു വീഡിയോ കണ്ട കസ്റ്റമറാണ്. അവർക്ക് അവരുടെ അച്ഛൻ സമ്മാനിച്ചതാണ്. അത് കാണാതെ പോയി വലിയ സങ്കടമായി. ഭദ്രകാളിക്ക് ഒരു വഴിപാട് നേർന്നു. അത് കിട്ടിയ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ ഭദ്രകാളിയമ്മ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനല്ല, ഞാൻ ഈശ്വരനൊന്നുമല്ല. ഞാൻ പലരും ചില വീഡിയോയ്ക്ക് അത് മെസ്സേജിന് രക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മെസ്സേജ് ഇട്ടാൽ നോക്കത്തില്ല. രക്ഷിക്കാൻ ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഇത് ശിവനെ ഉപാസിക്കുന്ന ഒരു സാധാരണക്കാരൻ. ഭദ്രകാളിയമ്മയും ശിവനുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. അപ്പോൾ അവരെ വിശ്വസിക്കുക, അവർക്ക് വഴിപാട് ചെയ്യുക. എന്നെ വഴി വെച്ച് കണ്ടാൽ മിണ്ടുപോലും ചെയ്യണ്ട. ഞാനൊരു വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഞാൻ ആരുമല്ല, ഞാനൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങളൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്കും അതൊരു സന്തോഷമാണ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക്. അത് നിങ്ങൾക്ക് ഇതെല്ലാം പ്രയോജനപ്പെടട്ടെ. ചെറിയ ചെറിയ വിദ്യകൾ ഇതിൻ്റെ ഇടയിലെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് കരുതി ആണ് ഈ വിദ്യകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത്. അതൊക്കെ പ്രയോജനപ്പെടുത്തുക. ആധാരം കാണാതെ പോയപ്പോൾ 2 പേർക്ക് എങ്ങനെ അനുഭവം ഉണ്ടായി? ഒരാൾക്കല്ല, 2 പേർക്ക്. ആധാരം, അവരുടെ വീടിൻ്റെ ആധാരം കാണുന്നില്ല. 6 മാസം 8 മാസമാണ്. നോക്കാൻ നേരത്തെല്ലാം നോക്കി. അവർ മറ്റൊരു മതവിശ്വാസിയാണ്, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള. അപ്പോൾ അവരുടെ വിഷമം കണ്ടപ്പോൾ ഞാനൊരു കടയിൽ ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് അവരങ്ങ് കരയുവാണ്. ആധാരം 8 മാസമായിട്ട് കാണുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യാമോ? അപ്പോൾ അവർക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ജ്യോതിഷം നോക്കുവാണെന്നൊന്നും. ഞാനങ്ങനെ ആരോടും പറയാറുമില്ല. അപ്പോൾ അവരുടെ വിഷമം കണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു വഴി പറഞ്ഞുതരാം, നിങ്ങളത് ചെയ്യാം. അപ്പം പറഞ്ഞു, മോനെ ഞങ്ങൾ പള്ളിയിൽ പോകുന്നത്, അപ്പോൾ ഞങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യണ്ട. കാരണം ഞാനങ്ങനെ ആരോടും അവനെ നിർബന്ധിക്കത്തില്ല. അവനവന് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. നിങ്ങളുടെ ബുദ്ധിമുട്ട് വേണ്ട. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു കാര്യം, എനിക്കിപ്പം പള്ളിയിലെ കാര്യം പറയാൻ അറിയത്തില്ലല്ലോ, ഞാൻ അറിയാവുന്നൊരു കാര്യം പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. എനിക്കത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട. അവൻ എന്നോട് ചോദിച്ചു, മോനെ എന്താ ഏതായാലും ഒന്ന് കേൾക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, കുളിച്ച് ഇതുപോലെ ഈറനോടെ ഭദ്രകാളിയമ്മയുടെ, ഞാനൊരു അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞു, അവിടേക്ക് നിങ്ങൾ നേരുക. അപ്പം നിങ്ങൾക്ക് പിന്നെ എൻ്റെ പൈസ തന്നാൽ മതി, ഞാൻ പോയി നടത്തിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ സന്തോഷമായി. കാരണം പോകണ്ടല്ലോ, അമ്പലത്തിൽ പോകണ്ട, എൻ്റെ പൈസ തന്നാൽ മതി. അവർ കരച്ചിൽ കണ്ട. അപ്പോഴേ അവർ നേർന്നു. ആധാരം കിട്ടി. എൻ്റെ കൊണ്ട് 500 രൂപ തന്നു. അറുനാഴി പായസത്തിന് 600 രൂപയായിരുന്നു. 100 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടാണ് കൊടുത്ത്. അത് ഇന്നും തന്നിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്കൊരു സന്തോഷമായിരുന്നത്. ആധാരം, ഒരു വീടിൻ്റെ ആധാരം 8 മാസമായിട്ട് കിട്ടാതെ തപ്പിയിട്ട് അവർക്ക് ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അതുപോലെ വേറൊരാൾക്കും ഇതുപോലെ ആധാരം കിട്ടി. അത് പിന്നെ അവർ തന്നെ നേരിട്ട്, അത് ഹിന്ദുക്കളായിരുന്നു, അവർ നേരിട്ട് പോയി ചെയ്യുമായിരുന്നു. ആധാരം കിട്ടി. പിന്നെ വണ്ടി ഡൽഹിയിൽ ഒരാളുടെ മിസ്സിങ് ആയത്, അത് കുറേ ദിവസം കഴിഞ്ഞാണ് വണ്ടി കിട്ടി. അതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഭദ്രകാളിയമ്മയുടെ ഓരോ കാര്യങ്ങളാണ്. ഇതെല്ലാം ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്, വേറൊന്നുമല്ല. അത് എൻ്റെ കഴിവല്ല, ഭദ്രകാളിയമ്മയുടെ, ഭഗവാൻ ശിവൻ്റെ. അവർ തരുന്ന ചില കാര്യങ്ങൾ അവരെ ചിന്തിച്ച് അവരുടെ പാദങ്ങൾ സ്മരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഇതെല്ലാം ഭദ്രകാളിയമ്മയുടെ മഹത്വമാണ്, ശിവഭഗവാന്റെ മഹത്വമാണ്. ഞാൻ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ. പിന്നെ ചെയ്യുന്ന നിങ്ങളുടെ ആ ഉറച്ച മനസ്സിൻ്റെ വിശ്വാസവും ഭക്തിയും കൂടാണ് അതിൻ്റെ അകത്തെ കാര്യം. അപ്പോൾ ഇതെല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ. ഇത് വേറെ എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ ഒരിടത്തും കിട്ടത്തില്ല. എൻ്റെ കാലം അല്ല, ഞാൻ ചെയ്ത വീഡിയോകൾ അത് എന്നെന്നും എവർലാസ്റ്റിങ്ങാണ്. അത് 1200 ഉണ്ടെങ്കിലും എത്രയുണ്ടെങ്കിലും അത് എവർലാസ്റ്റിംഗ് വീഡിയോസാണ്. അത് പകരം വയ്ക്കാനൊന്നുമില്ല. അതുപോലെയുള്ള ഹൃദയത്തിൽ നിന്ന്, എൻ്റെ ഹൃദയത്തിൽ നിന്ന്, മനസ്സിൽ നിന്നല്ല, പ്രാർത്ഥനയോട് ആരും ഒരിക്കലും പറഞ്ഞു തരാത്ത ഈശ്വരീയമായ കാര്യങ്ങൾ, ഈശ്വരനെ ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, എത്ര ബുദ്ധിമുട്ടുള്ളവരുടെയും ജീവിതത്തിൽ ഒരു പ്രകാശം, അവരുടെ ജീവിതത്തിലേക്ക് സമ്പത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ഒരു സമൃദ്ധിയുടെ പ്രകാശം നൽകുന്ന കാര്യങ്ങളാണ് എല്ലാം. ഒരുപാട് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ രീതി വിളക്ക് വെച്ച ഒരു വ്യക്തിക്ക് തന്നെ വലിയൊരു തുക, അത് വലിയ തുക, അതുകൊണ്ടാണ് നല്ലൊരു തുക കിട്ടിയതായിട്ട് അവർ പറഞ്ഞു. എന്തൊരു സന്തോഷമാണ്. അത് എന്നോട് ഒരുപാട് നന്ദി പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പറയുന്ന രീതിയിൽ വിളക്കിലെ തിരി കത്തിച്ച, ഞാൻ പറഞ്ഞ രീതിയിൽ ഈ നാവ് കൊണ്ട് കുറേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ തിരി കത്തിക്കണമെന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ എത്ര കുടുംബങ്ങളിൽ കലഹങ്ങൾ മാറി, സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടായി. സാറേ ഞങ്ങൾ അങ്ങനെ വിളക്ക് വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എത്ര മെസ്സേജുകളാണ്.
നമുക്ക് പലതും അറിയാം, പക്ഷേ ശരിയായിട്ട് ചെയ്യേണ്ട ചില രീതികളുണ്ട്, അതാണ് അറിയാൻ വയ്യാത്തത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. സന്തോഷം, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവരിലേക്കും നല്ല നല്ല കാര്യങ്ങൾ എത്തിക്കുക. ഇപ്പം മദ്യപാനിയായിട്ട് നിങ്ങൾ അടുത്ത് ഒരു കുടുംബത്തിൽ ബഹളവും കലഹവും ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന നല്ല കാര്യം അവർ കേൾക്കുന്നെങ്കിൽ, അവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞു കൊടുക്കുക. അവർ അങ്ങനെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാണെങ്കിൽ നിങ്ങൾക്കും ഭഗവാന്റെ ഒരു അനുഗ്രഹം കിട്ടും. അപ്പം പറയാവുന്നവരോടെ പറയാവുള്ളൂ. വിശ്വാസമില്ലാത്തവരോടോ അഹങ്കാരമുള്ളവരോടോ ഞാനാ ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുമെന്ന് വിചാരിച്ച് നടക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? അപ്പോൾ അത് ഒരു ദൈവാനുഗ്രഹം, ഒരു 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 രക്ഷപ്പെടണം, ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അത് നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. നല്ലതാണ്. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും. ഒരു കുട്ടിക്കൊരു ജോലിയില്ല, നിങ്ങൾ പറയുക ഞായറാഴ്ച പോയി അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒരു പിൻവിളക്ക് ഇനി രസീത് എടുത്തിട്ട് അന്ന് അടക്കി വെച്ച് ജോലിക്കാരെയും പ്രാർത്ഥിക്കുക. ഞായറാഴ്ചകളെ ആവർത്തിക്കുക, ജോലി കിട്ടും. ഇനി ഗൾഫിനുമൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു, ശനിയാഴ്ച രാവിലെ ശിവനൊരു പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കൂവളത്തിലെ അർച്ചന, മൃത്യുഞ്ജയാർച്ചന ചെയ്യുക. വൈകുന്നപാട് ഒരു മൃത്യുഞ്ജയാർച്ചനയും ഒരു നെയ്വിളക്ക് പ്രത്യേകമായിട്ട് കത്തിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് വിദേശ ജോലിയുടെ കാര്യം ശരിയാകണേ, എനിക്കൊരു ജീവിതമാർഗം നൽകണേ, വേറെ മാർഗ്ഗമില്ല, കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് ശനിയാഴ്ചയിൽ ആവർത്തിക്കുക. ഞാൻ പറഞ്ഞു ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 6 ലക്ഷം രൂപയ്ക്ക് മേളിൽ ശമ്പളം മേടിക്കുന്നു. അതിനൊരു കാരണക്കാരൻ ഞാനിവിടാണ്. പക്ഷെ അതൊന്നും എൻ്റെ മഹത്വമല്ല, ഈശ്വരന് നന്ദി, അത്രയേ ഉള്ളൂ. നമ്മളാരുമല്ല, ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സിമ്പിളായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളാണ്. എന്നെ വഴി വെച്ച് കണ്ടാൽ ചിലപ്പോൾ പലരും അറിയണമെന്നില്ല. ഇനിയിപ്പോൾ എന്നെ കണ്ടാലോ മിണ്ടിയാലോ ഒന്നും എനിക്ക് അതിനകത്ത് മിണ്ടിയില്ലല്ലോ ഒരു കുഴപ്പമില്ല. കാരണം എല്ലാം ശിവന് സമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല. ന പുണ്യം ന പാപം, ന സൗഖ്യം ന ദുഃഖം, ന മന്ത്രം ന തീർത്ഥം, ന വേദം ന യജ്ഞം, അഹം ഭോജനം നൈവ ഭോജൻ ന ഭോക്തു, ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം, ജഗത് സർവം ശിവോഹം ശിവോഹം. അതുപോലെ എത്ര കുടുംബങ്ങളുടെ ഒരു വലിയൊരു സന്തോഷമാണത്. അതുപോലെ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ട് ആ ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് പോകാതെ ഭദ്രകാളിക്ക് ചോറ്റാനിക്കര കീഴ്ക്കാവിലെ അമ്മയ്ക്ക് വഴിപാട് ചെയ്ത് ബിൽഡിങ്ങൊക്കെ വാടകയ്ക്കൊക്കെ പോയ എത്രയോ അനുഭവങ്ങൾ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തർക്ക് വരുമാനത്തിന് ആവശ്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ എത്രയോ ജീവിതങ്ങളിൽ ആയിരക്കണക്കിനൊന്നുമല്ല, അതിൽ എത്രയോ അനുഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഈശ്വരന് നന്ദി പറയുക, ഈശ്വരന് മഹത്വം പറയുക. ഓരോ ദിവസവും ഈശ്വരനെ സ്തുതിക്കുക, ഈശ്വരനെ വണങ്ങുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭദ്രകാളിയമ്മയ്ക്കും മഹത്വം, ഭഗവാൻ ശിവനും മഹത്വം, ഈശ്വരനും നന്ദി, പരമേശ്വരനും നന്ദി, എല്ലാവർക്കും നന്ദി. എല്ലാവരും നല്ല മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആ മാറ്റങ്ങളൊക്കെ ചിലർ പറയും, അത് സന്തോഷം, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതൊരു ഗുരുത്വമാണ്, നമുക്കതൊരു സന്തോഷമാണ്, വേറൊന്നുമില്ല. നമുക്ക് എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.